ഹായ് എവരി വൺ, എല്ലാവർക്കും സ്റ്റഡി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മളുടെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത്. അതും ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പ്രൊവൈഡഡ് വിത്തിൻ ദ വർക്ക് പ്ലേസ് ടു ഇംപ്രൂവ് ദ നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ നഴ്സിംഗ് പ്രൊഫഷണൽ. ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സർവീസാണ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സർവീസാണ്. ഒരു നഴ്സിൻ്റെ സ്കിൽസ്, നോളജ്, ആറ്റിറ്റ്യൂഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ്, എങ്ങനെ നമുക്കൊരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോക്കി പഠിച്ചോ. അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്കിത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഒരു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഓർഗനൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വർക്ക് ചെയ്യുന്ന വാർഡ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ നഴ്സുമാരുടെ നോളജ്, നീഡ്സ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മളൊരു നീഡ്സ് മനസ്സിലാക്കുന്നത്? നമുക്ക് നീഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അവരുടെ നോളജ് നമ്മൾ മനസ്സിലാക്കണം. ഒരു നഴ്സിന്, അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സിന് എത്രത്തോളം നോളജ് ഉണ്ട്, ആ നോളജിൻ്റെ ബേസിൽ നമുക്ക് അവർക്ക് എക്സ്ട്രാ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഇൻ സർവീസ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാവുന്നതായിരിക്കും. അതിനൊക്കെ ആ ഏരിയയിലെ നഴ്സുമാർ എത്ര പേഷ്യൻറ്റ് സെൻറ്റേർഡ് പ്രോബ്ലംസ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പം CPR ഒക്കെ ആണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ആ അപ്ഡേറ്റഡ് ആയിട്ട് CPR ഒക്കെ, ന്യൂ പ്രൊസീജിയേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായിട്ടും ഇതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അസസ് ചെയ്തിട്ട് ആ ഒരു നീഡായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ നഴ്സുമാരുടെ നോളജും സംഭവമൊക്കെ മനസ്സിലാക്കി അവരുടെ നീഡ് മനസ്സിലാക്കാം. രണ്ടാമത് നമ്മൾ നീഡ് കിട്ടി, നമുക്ക് ആ ഒരു സംഭവം വെച്ചിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. നമ്മൾ എടുത്ത നീഡിൻ്റെ ബേസിൽ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റീവിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്, ചില സംഭവങ്ങൾ നമുക്ക് ലെക്ചർ വഴി പറഞ്ഞു കൊടുക്കാം, ചിലത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം. ഓർഗനൈസിങ് റിസോഴ്സസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് എത്തിക്കണം. ഈ ഒരു പ്ലാനിങ് സ്റ്റേറ്റിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. അപ്പം നീഡ്സ് അസസ് ചെയ്തു, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഓർഗനൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കണം. എന്നിട്ട് ആ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റോൾസും റെസ്പോൺസിബിലിറ്റീസും. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത്. അടുത്ത ടോപ്പിക്കാണ് നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? നീഡ്സ് അസസ് ചെയ്തു, പ്ലാൻ ചെയ്തു, ഓർഗനൈസേഷൻ നടത്തി. ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. യൂസ് സ്യൂട്ടബിൾ ടീച്ചിങ് മെത്തേഡ്സ്, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് കണക്ക് നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നടത്തുമ്പം അവിടെ നമ്മളെ കേൾക്കാനിരിക്കുന്ന നഴ്സുമാർ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനിരിക്കുന്ന ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും ഇൻട്രാക്ഷൻസും കൂട്ടേണ്ടതും ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നതാണ് ലാസ്റ്റായിട്ട് നമ്മൾ വരുന്ന ഇവാലുവേഷൻ. നമ്മൾ പഠിപ്പിച്ച് കൊടുത്ത സംഭവം ഇത് നമ്മളുടെ നഴ്സുമാർക്ക് എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആൾക്ക് എത്രത്തോളം ബെനിഫിറ്റഡായി ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഇവർക്ക് നമുക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തൊരു സ്കില്ലാണെങ്കിൽ നമ്മൾ അവരോട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ നടത്താം. ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ റെയിൻഫോഴ്സ് ലേണിംഗ്, നമുക്ക് അവരുടെ ഒരു പ്രോത്സാഹനം കൊടുക്കുക അവരുടെ ലേണിങ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മേക്ക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ പ്രോഗ്രാംസിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴിയും ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 6 സ്റ്റെപ്സാണ് ഇവിടെ പഠിക്കാനുള്ളത്. 6 സ്റ്റെപ്സ്. ആദ്യം നീഡ്സ് അസസ് ചെയ്യുന്നു, അത് ബേസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നു, അത് ബേസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നു, പിന്നെ ഇവാലുവേഷൻ നടത്തുന്നു, ലേറ്റർ ഫോളോ അപ്പിലോട്ട് വരുന്നു. ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഈ വീഡിയോയിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡെഫിനിഷനും അതിൻ്റെ ഓർഗനൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സുമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം.